നമസ്കാരം. ഡോക്ടർ അൽഫീനയാണ്. ഡിപ്രഷൻ അത് വെറും തോന്നലാണോ? പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് അല്ലേ? വെറും മടിയല്ലേ? അല്ലെങ്കിൽ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ലേ? വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ? ഈ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരുടെ ചുറ്റുമുള്ളവർക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഡിപ്രഷൻ അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് പല സ്റ്റേജുകളുണ്ട്. മൈൽഡ് സിംറ്റംസ്, ചെറിയ ചെറിയ ഇറിറ്റേഷൻസ്, അല്ലെങ്കിൽ താല്പര്യം ഒന്നും ചെയ്യാനായിട്ടൊരു ഉന്മേഷക്കുറവുള്ളതുപോലെ തോന്നുക, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ചെറിയ അകാരണമായിട്ട് സങ്കടം വരിക, അങ്ങനെയുള്ള ചെറിയ സിംറ്റംസിൽ തുടങ്ങി ഇത് ദിവസങ്ങൾ നീണ്ടു നിന്നേക്കാവുന്ന, അല്ലെങ്കിൽ ഒന്നിനും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തിക്കുന്ന, കൂടിക്കൂടി സൂയിസൈഡ് തോട്ട്സോ അറ്റംപ്റ്റ്സിലോ വരെ എത്തിക്കുന്ന അപകടം പിടിച്ച ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഇതേപ്പറ്റി ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ ആണ് ആധികാരികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തിനാ ഇതേപ്പറ്റി പറയുന്നത്? നിങ്ങൾക്കറിയാവോ, ഈ ഡിപ്രഷനിൽ ഒരു 10% അല്ലെങ്കിൽ ഒരു 20%, അങ്ങേയറ്റം പോയി ഒരു 20% ആളുകൾക്ക് മാത്രമേ പ്യുവർ സൈക്യാട്രിക് റീസൺസ് മൂലമുള്ള ഡിപ്രഷൻ ഉള്ളൂ. ബാക്കി 80% ആളുകൾക്കും മറ്റ് കാരണങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. അത് ഹോർമോണൽ ഇംബാലൻസുകളും ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളും ഇതിന് പ്രധാന ഒരു കാരണമാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ തന്നെ മാനസികാരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നത് അല്ലെ? അതെ, ആയിരക്കണക്കിന് ഹാഷിമോട്ടോസ് രോഗികളെ അവരുടെ ഡിപ്രഷനിൽ നിന്നും ഒരു സപ്ലിമെന്റോ ഒരു സൈക്കാട്രിക് മരുന്നോ അല്ലെങ്കിൽ ആന്റി ഡിപ്രസന്റ് മരുന്നോ ഇല്ലാതെ പുറത്ത് കടത്തിയതിന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. തൈറോയ്ഡ് പ്രശ്നങ്ങൾ എങ്ങനെയാണ് മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതെന്ന് ഞാൻ മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം മാത്രം എടുത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കാണണം. അപ്പൊ ഈ അസുഖങ്ങൾ, ഈ ഹോർമോണൽ ഇംബാലൻസുകൾ നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ സാരമായിട്ട് ബാധിക്കും. അപ്പൊ ഈ കാരണം ഇവിടെ കിടക്കുന്നിടത്തോളം കാലം, അല്ലെ അതിനെ ടാർഗറ്റ് ചെയ്ത് അതിനെ ചികിത്സിക്കുന്നിടത്തോളം കാലം ഈ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വിടാൻ സാധ്യമല്ല. അത് നിങ്ങൾ 4-5 ഗുളിക കഴിച്ചാൽ പോലും നിങ്ങളുടെ ഡിപ്രഷൻ മാറില്ല. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാലാകാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങളുടെ ഡിപ്രഷൻ മാറുന്നുണ്ടോ? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഉള്ളു തുറന്നത് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ബാക്കി എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ടോ? ഇറിറ്റേഷൻ ഇല്ലാത്തൊരവസ്ഥയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ചികിത്സയാണ് കിട്ടുന്നത്. ഇല്ല, നിങ്ങൾ കാലങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും നിങ്ങൾക്ക് ഡിപ്രഷനാണ് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ ടാർഗറ്റ് കണ്ടുപിടിച്ചിട്ടില്ല, അതിന്റെ പ്രശ്നക്കാരനെ കണ്ടുപിടിക്കപ്പെടുകയോ അതിനെ ചികിത്സിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഡിപ്രഷൻ ഉള്ളവരെ വീട്ടുകാരും സുഹൃത്തുക്കളൊന്നും തള്ളിക്കളയരുത്, അവരെ ചേർത്ത് പിടിക്കുക. അവർക്കൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ഡിപ്രഷൻ. സോഷ്യലി ഉള്ള പ്രശ്നത്തെ പറ്റി അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവർക്ക് ജീവിതത്തിൽ അവർ കടന്നുപോയ ചില പ്രശ്നങ്ങൾ മൂലം ഉണ്ടായ ഡിപ്രഷനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് മൂലം ഉണ്ടാകുന്ന ഡിപ്രഷനെ പറ്റി ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഹെൽത്ത് ഇഷ്യൂസിനെ ടാർഗറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാതെ ഇവർക്ക് ഈ ഡിപ്രഷനിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ സപ്പോർട്ടും ഈ ഡിപ്രഷൻ അനുഭവിക്കുന്നവരും അത് മനസ്സിലാക്കണം കേട്ടോ. ചില ആളുകളുണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, കാലാകാലങ്ങൾ മരുന്ന് കഴിക്കുന്നു, ഹോമിയോ മരുന്നാവാം, അലോപ്പതി മരുന്നാവാം, മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്റെ ഡിപ്രഷൻ മാറുന്നില്ല, അപ്പൊ ഇത് മാറില്ലായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. ഇതിനൊരു മാറ്റം ആവശ്യമാണ്. ഇതിന് കാലാകാലങ്ങൾ മരുന്ന് കഴിക്കണ്ട. ഏതാനും ദിവസങ്ങൾ, വീണ്ടും ഞാൻ പറയാണ്, ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാം. നിങ്ങൾക്കൊരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് അല്ലെ, ഭർത്താവോ ഭാര്യയോ മക്കളോ കുടുംബത്തിലെ മറ്റംഗങ്ങളോ എല്ലാവരും ഒരു ആൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരുടെയും കാര്യങ്ങളും പ്രശ്നത്തിലാവും അല്ലെ, ഇവരെല്ലാം അത് ബാധിക്കും. അപ്പൊ ഇവരെല്ലാവരുമായിട്ടും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ ഇടപെടാനും നന്നായിട്ട് ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും നിങ്ങൾക്ക് പറ്റും എന്നറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ള 100-ലധികം ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. ചിലർ ചിന്തിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമേ ഇത് വരുന്നുണ്ടാണ് കേട്ടോ. അല്ല, പുരുഷന്മാരിലും കുട്ടികളെയും ഒക്കെ ഇത് ബാധിക്കും. അങ്ങനെ പല പ്രായത്തിലുള്ള വ്യത്യസ്ത തരം ആളുകൾ അവർക്കുണ്ടായ അവസ്ഥയിൽ നിന്നുണ്ടായ മാറ്റങ്ങൾ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഹാഷിമോട്ടോസ് രോഗിയുടെ ഇതിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇവര് പല ചികിത്സകൾക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നല്ല അവർക്ക് ലഭിച്ചത് ഹോർമോണൽ കറക്ഷൻസ്. ഹോർമോണൽ നോർമലായിട്ടിരിക്കുകയും ആ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇത് വെറും തോന്നലാണെന്നാണ് അവിടെ നിന്ന് അവർക്ക് ലഭിച്ച നിർദ്ദേശം. ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയിട്ടും ഇത് വെറും തോന്നലാണ്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഓൾറെഡി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുമ്പോൾ അവരുടെ ഡിപ്രഷന് എന്തെങ്കിലും മാറ്റം വരും?
കൂടത്തല്ലേ ഉള്ളൂ. ആ ഒരു സ്റ്റേജിലാണ് ഈ ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്കൊരു മാറ്റം ഉണ്ടായപ്പോൾ ശരിക്കും ആരെങ്കിലും എനിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് പബ്ലിക്കായിട്ട് തുറന്നു പറയാനായിട്ട് തയ്യാറാവുമോ? അപ്പൊ ഇത്രയധികം ആളുകള് അവർക്കുണ്ടായ മോശം അനുഭവം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളും മാറ്റങ്ങളും ഒക്കെ പറയുന്നത് അവരെ പോലെ മറ്റൊരു വ്യക്തിക്ക് ഇതേ അനുഭവം ഉണ്ടാവരുതെന്ന് കരുതിയില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഇതുപോലെയുള്ള പ്രയോജനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഇവരിത് പറയുന്നത്. അപ്പൊ ഇത് കണ്ട് മനസ്സിലാക്കുക, അതിൽ നിന്ന് പ്രയോജനം നേടുക. ഓർക്കുക, ഡിപ്രഷനെ സപ്രസ് ചെയ്യാന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. ഡിപ്രഷനെ സപ്രസ് ചെയ്താൽ അതുകൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. താങ്ക് യു.